ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഒത്തിരി നേരം ഇന്ദ്രൻ്റെ റൂമിൻ്റെ പുറത്ത് താഴം പൂട്ടിയിട്ട് ആ താഴം കൊണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ സുശീല. ഒരുപാട് നേരം ഇരുന്നിട്ടും ഉള്ളിൽ നിന്ന് അനക്കമൊന്നുമില്ല. സുശീലയാണെങ്കിലോ ടെൻഷനായി. ഇനിയിപ്പോൾ ഇവൻ എന്താക്കുക അതിൻ്റെ ഉള്ളിൽ? അങ്ങനെ കഥ അങ്ങ് തുറന്നു നോക്കുകയാണ്. താഴിട്ട് തുറന്നു നോക്കുമ്പോഴല്ലേ സുശീല ആകെ പരിഭ്രാന്തയായിപ്പോയി. കാരണം ഉള്ളിൽ ഇന്ദ്രനില്ല. ബാത്റൂമിലും എല്ലായിടത്തും നോക്കി. ഇന്ദ്ര കുളിക്കാമെന്നാണ് ഇത്രയും നേരം സുശീല കരുതിയിരുന്നത്. പക്ഷേ ഇന്ദ്രൻ അതിൻ്റെ ഉള്ളിലില്ല എന്ന് അറിഞ്ഞതും സുശീലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ഇനിയിപ്പോൾ ഇവൻ പിന്നാമ്പുറത്തൂടെ എങ്ങാനും പോയോന്ന് ഒക്കെ വിചാരിച്ചിട്ട് സുശീല എന്ത് ചെയ്തു, അടുക്കളയിലൊക്കെ പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഒക്കെ ഉള്ളിൽ നിന്ന് തന്നെ ലോക്ക് ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ ഇവൻ എവിടെ പോയി? അങ്ങനെ വീടിൻ്റെ ഉള്ളിലും ചുറ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ അവൻ ഞാൻ എത്തുന്നതിന് മുന്നേ പോയി കാണും. അവൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ മക്കൾ എന്നെ പറ്റിച്ച് കബളിപ്പിച്ച് പോയതാണല്ലേ. ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഓടി പുറപ്പെടുകയാണ് കേട്ടോ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സുശീല ഒരു ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ ഓട്ടോക്കാരനോട് പറയാണ്, എൻ്റെ ചേട്ടാ ഒന്ന് പെട്ടെന്ന് വിട്, മുഹൂർത്തത്തിന് മുന്നേ അവിടെ എത്തണം. എന്താ കെട്ടാനുള്ള താലി ചേച്ചീൻ്റെ കയ്യിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഡ്രൈവർ. ഞാനാണോ പെണ്ണെന്ന് താൻ ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സുശീല തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് വിടാൻ. ഇതേ സമയത്ത് ഇന്ദ്രൻ കയറിയ വണ്ടി ആവട്ടെ വഴിയിൽ വെച്ച് ഒന്ന് ബ്രേക്ക് ഡൗൺ എന്തോന്ന് ആവുകയാണ് കേട്ടോ. ചെറിയൊരു കംപ്ലൈൻ്റ് ആണ്. പക്ഷേ ഡ്രൈവർ ഇറങ്ങി അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് അവർ പോവുകയാണ്. ഇതേ സമയത്ത് അമ്പലത്തിലെത്തിയ എല്ലാവരും തന്നെ ഇന്ദ്രൻ, അതായത് മളവാളച്ചക്കൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്, നമ്മുടെ അനുപമയും കുടുംബക്കാരും. അങ്ങനെ ഇന്ദ്രനെ കാണാതിരുന്നതിൻ്റെ ചെറിയൊരു ടെൻഷൻ നമ്മുടെ അനുപമയുടെ മുഖത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ട് വിളിച്ചു നോക്കിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇവരുടെ വണ്ടി അവിടെ എത്തുന്നതും അതിൽ നിന്ന് കല്യാണ വേഷത്തിൽ ഇന്ദ്രൻ പുറത്തിറങ്ങുന്നത് കേട്ടോ. ഇന്ദ്രനെയും സത്യനെയും അവരുടെ വീട്ടുകാരെയൊക്കെ കണ്ടതോടുകൂടി എല്ലാവരുടെയും ടെൻഷനൊക്കെ പമ്പ കടന്നു കേട്ടോ. അങ്ങനെ അവർ മുന്നോട്ട് വരികയാണ്. ഇന്ദ്രനാണെങ്കിലോ മണവാട്ടിയായിട്ട് ഒരുങ്ങി നിൽക്കുന്ന അനുവിനെ കണ്ട് കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ശരിക്കും ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനും പെണ്ണിനും ഉണ്ടാകുന്ന ആ ഒരു ഫീല് തന്നെയാണ് കേട്ടോ ഇവരുടെ രണ്ടുപേരുടെയും മുഖത്തുള്ളത്. എല്ലാത്തിനും സാക്ഷിയായിട്ട് നമ്മുടെ വിച്ചുക്കുട്ടനുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾ തൊഴുതിട്ട് വന്നോളൂ എന്ന് പറയാണ്. അങ്ങനെ ഇന്ദ്രനും സത്യനും ശ്യാമും സോനയും പ്രതിഭ എല്ലാവരും കൂടെ പോയി തൊഴുതു വന്നു കേട്ടോ. അങ്ങനെ ഇനി കയറി ഇരുന്നോളൂ എന്ന് പറയാൻ കേട്ടോ. ആ താലികെട്ടിൻ്റെ ആ മണ്ഡപത്തിലേക്ക് കയറിയിരിക്കാൻ പറയാണ്. അങ്ങനെ നമ്മുടെ അനുപമയും ഇരുന്നു, ഇന്ദ്രനും ഇരുന്നു. അങ്ങനെ നമ്മുടെ ഇന്ദ്രൻ താലി കെട്ടാൻ പോവുകയാണ് അനുപമയെ. അനുപമയുടെ മുഖത്ത് സന്തോഷമാണോ സങ്കടമാണോ എന്താ വരുന്നതെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഈ വിച്ചുക്കുട്ടിനെ സാക്ഷി നിർത്തി, നമ്മുടെ മകനെ സാക്ഷി നിർത്തി തന്നെ നമ്മൾ താലി കെട്ടാൻ പോവുകയാണ്, നമ്മുടെ പുതിയതായിട്ടൊരു ജീവിതം തുടങ്ങാൻ പോവുകയെന്നൊക്കെ പറഞ്ഞായിട്ട് ഇന്ദ്രൻ അനുപമയുടെ കഴുത്ത് താലി ചാർത്തി കിട്ടോ. അതിനു മുന്നേ എന്തായാലും നമ്മുടെ സുശീലയ്ക്ക് അവിടെ എത്താൻ പറ്റിയില്ല. തിരിച്ച് അനുപമയും മാലയിട്ടു. അതിനുശേഷം തുളസിമാല എല്ലാം ഇട്ട് പരസ്പരം അണിയിച്ചിട്ട് അങ്ങനെ അവിടെ കല്യാണം കഴിഞ്ഞു. ആ ഒരു സെക്കൻഡാണ് നമ്മുടെ സുശീല ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി പാഞ്ഞങ്ങ് വരുന്നത് കേട്ടോ. പക്ഷെ രണ്ടുപേരും തൻ്റെ മകനും അനുപമയും കൂടി മാലയൊക്കെ ഇട്ട് നിൽക്കുന്ന കല്യാണം കഴിഞ്ഞെന്ന് സുശീലയ്ക്ക് മനസ്സിലായിട്ടോ. താലി ചാർത്ത് കഴിഞ്ഞു. അത് കണ്ട അമ്പരപ്പിൽ എടാന്നില്ലെങ്കിയായിട്ട് സുശീല ഓടിക്കയറി വരികട്ടോ മണ്ഡപത്തിലേക്ക്. ചാടി കയറിങ്ങായിട്ട് ഇന്ദ്രൻ്റെ കഴുത്തുനിന്ന് ആ ഒരു തുളസിമാല വലിച്ചങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. അമ്മയെന്ന് നമ്മുടെ ഇന്ദ്രൻ വിളിച്ചതും എന്നെ പറ്റിക്കായിരുന്നല്ലേടാ, എല്ലാവരും കൂടെ എന്നെ കബളിപ്പിക്കായിരുന്നല്ലേടെന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് അട്ടഹാസം മുഴക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോൾ എന്താ ഈ സംഭവിക്കുന്നതെന്ന്. അനുപമയാണെങ്കിലോ ആകെ ഞെട്ടിത്തരിച്ചു പോയി. കാരണം ആ മണ്ഡപത്തിൽ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ സുശീല ഇതുപോലെ പെട്ടെന്ന് കയറി വരുന്നൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ. മാത്രമല്ല ഇന്ദ്രൻ്റെ കഴുത്തിൽ ഇപ്പം അങ്ങ് ചാർത്തി കൊടുത്തിട്ടേ ഉള്ളൂ നമ്മുടെ അനുപമ. ആ മാലയാണ് പൊട്ടിച്ചെറിഞ്ഞത്. അതിൻ്റെയൊക്കെ ഷോക്കിൽ നിൽക്കുകയാണ് കേട്ടോ. ബിച്ചുക്കുട്ടനൊക്കെ പേടിച്ചു പോയി. അപ്പോഴാണ് സത്യനും ശ്യാമും ഒക്കെ വന്ന് അമ്മ എന്തൊക്കെയാ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ഇവൻ്റെ അമ്മയായ ഞാൻ, ഇവനെ 10 മാസം വയറ്റിൽ കൊണ്ടുകിടന്ന് നൊന്ത് പ്രസവിച്ച് ഈ അമ്മയായ ഞാൻ അറിയാതെ എൻ്റെ മോൻ്റെ കല്യാണം നടത്താമെന്നോ? എൻ്റെ മോനെ അങ്ങനെ സ്വന്തമാക്കാതെ, ഞാൻ അറിയാതെ സ്വന്തമാക്കാതെ നീ വിചാരിക്കേണ്ടടി. എൻ്റെ മോൻ കെട്ടിയ താലി പൊട്ടിച്ചെറിയടി എന്ന് പറയാം കേട്ടോ. അതിൽ അനുപമ തൻ്റെ ഈ ഒരു സുശീല പറയുന്നത് കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേട്ടോ. അനന്തമാഷിൻ്റെ മുഖമൊക്കെ അങ്ങ് ദേഷ്യം കൊണ്ട് ചോന്ന് തുടുത്തിട്ടുണ്ട് കേട്ടോ. സുശീല പറയുന്നത് കേട്ടതും അനുപമ താലിയിലങ്ങ് മുറുക്കെ പിടിക്കുകയാണ് കേട്ടോ. 2 കൈ കൊണ്ടും വിട്ട് തരത്തില്ല ഞാനെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മുടെ സുശീല ചാടി കയറിങ്ങായിട്ട് അനുപമയുടെ താലിയിൽ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അങ്ങ് പിടിച്ച് അത് വലിച്ച് പൊട്ടിക്കാൻ അങ്ങോട്ട് ശ്രമിക്കുകയാണ് കേട്ടോ.
എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഈ തള്ള ഇതെല്ലാം കൂടി കുളമാക്കുമോ എന്നുള്ളതിൽ. അപ്പോഴാണ് ഇന്ദ്രൻ്റെ കൈ സുശീലയുടെ കയ്യിലങ്ങ് പിടിച്ചത് കേട്ടോ. അതായത് അനുപമയുടെ മാലയിൽ പിടിച്ച സുശീലയുടെ അതേ കൈകൾ ഇന്ദ്രൻ പിടിക്കുകയാണ്. അമ്മയെന്ന് വിളിച്ചിട്ട്, ഇത് ഞാൻ കെട്ടിയ താലിയാ, ഇതെങ്ങാനും പൊട്ടിച്ച് കളഞ്ഞാ ഈ ഇന്ദ്രൻ്റെ തനി സ്വഭാവം അമ്മ അറിയെന്ന് പറയാം കേട്ടോ. അത് കേട്ടതും നമ്മുടെ സുശീല താലിന്ന് പിടിയങ്ങ് വിട്ടുപോവാൻ കേട്ടോ. കാരണം ഇത്രയും നാൾ ഈ ജീവിതത്തിൽ ഇന്ദ്രൻ ഇത്രമാത്രം തന്നോട് ദേഷ്യപ്പെട്ട ഇന്ദ്രൻ്റെ ടോൺ ഇത്രമാത്രം സുശീല കേട്ടിട്ടേ ഇല്ല. ഇന്ദ്രൻ ആകെ ചുവന്ന് തൊടുത്ത് ദേഷ്യത്തിൽ നിൽക്കാൻ കേട്ടോ. അങ്ങനെ സുശീല ആകെ കേട്ട് ഇന്ദ്ര എന്ന് വിളിക്കാൻ കേട്ടോ. എന്താ അമ്മേ, ഞാൻ എൻ്റെ ഭാര്യയെ തന്നെയല്ലേ കല്യാണം കഴിച്ചത്, പിന്നെ അമ്മ പറഞ്ഞ പോലെ ലോഡ്ജിൽ എനിക്ക് ഏർപ്പാടായി തന്ന സുകുമാരിയെ ഒന്നും അല്ലല്ലോ ഞാൻ താലി കെട്ടിയത്. അമ്മയ്ക്ക് ഇത്രയ്ക്ക് പൊള്ളാൻ. പിന്നെ നിയമപരമായി ഞങ്ങൾ ഇപ്പോഴും ഭാര്യയും ഭർത്താവും തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഒന്നുകൂടി താലി കെട്ടി ഒന്നാവണം തോന്നി, ഒരു പുതിയ ജീവിതം തുടങ്ങണം തോന്നി. അതിൻ്റെ ഒരു ചടങ്ങ് മാത്രമാണ് ഇത്. അമ്മയെ വിചാരിക്കും പോലെ ഈ താലി പൊട്ടിച്ചേർന്നാൽ തീരാവുന്ന ബന്ധമല്ല ഞാനും അനുപമയും തമ്മിലുള്ളത് എന്നും ഇന്ദ്രൻ അവിടുന്ന് പറയാം കേട്ടോ. അത് കേട്ട് സുശീല ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. സത്യനും ശ്യാമും സോനിയും എല്ലാവരും സുശീലയ്ക്ക് എതിരായി നിന്നു കേട്ടോ. അനന്തമാഷും പറഞ്ഞു, സുശീലേ, ഒരിക്കൽ നീ കാരണം ഒരു ജീവിതം അവസാനിപ്പിക്കാനുള്ള ആ ഒരു വഴി കുടുംബ കോടതി വരെ എത്തിയവരാ ഇവർ. അവിടെ നിന്ന് ഇവർക്ക് ഒറ്റയ്ക്ക് തനിച്ച് ജീവിക്കണമെന്ന് തോന്നിയിട്ട് അവർക്ക് പുതിയതായിട്ട് ഒരു ജീവിതം തുടങ്ങണമെന്ന് അവർ തന്നെയാണ് തീരുമാനിച്ചത്, അല്ലാതെ ആരും അവരെ നിർബന്ധിപ്പിച്ച് ഒന്നും ചെയ്യിപ്പിച്ചതല്ല. ഇനിയും നിൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാൻ തന്നെയാണോ നീ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ സോനിയും ശ്യാമും സത്യനും ഒക്കെ ചോദിച്ചു, അമ്മയ്ക്ക് ഇത് എന്താ അമ്മേ, ഏട്ടന് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ അമ്മ അനുവദിക്കില്ലേ? അമ്മയ്ക്ക് എന്താ വേണ്ടത്? ഏട്ടൻ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് എന്താ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിച്ച് സുശീലയെ അങ്ങ് ഒറ്റപ്പെടുത്താണ് കേട്ടോ. അതിൽ സുശീല ആകെ തകർന്നു പോവുകയാണ്. കുറേ ശാപവാക്കുകളും എല്ലാം സുശീല അവിടെ പ്രയോഗിക്കുന്നുണ്ട്. അമ്മയുടെ ശാപവും ഇതൊന്നും ഇനി ഏൽക്കില്ല അമ്മേ. ഇത്ര നാളും അമ്മ പറയുന്നതെല്ലാം കേട്ട് അമ്മയുടെ വാലാട്ടി പട്ടിയായി ഞാൻ നടന്നിട്ട് എനിക്ക് എന്താ അമ്മ ഉണ്ടായത്? എൻ്റെ കുടുംബം തകർന്നു. ഞാനും അനുപമയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പുതുതായിട്ട് ഞങ്ങൾ മാറി താമസിച്ച വീട്ടിലും ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അവിടേക്കും കയറി വന്ന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് അമ്മ ഉണ്ടാക്കിയത്. എടാ, എൻ്റെ മുഖത്ത് തല്ലി എന്നെ ആട്ടി ഇറക്കി വിട്ട് ഇവളെ തന്നെ നിനക്ക് കല്യാണം കഴിക്കണമല്ലേ എന്നൊക്കെ ചോദിക്കാണ്ടോ. അതിൻ്റെ എല്ലാ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇന്ദ്രനെ ഇവിടെ നിൽക്കുന്നത് അമ്മേ. ഇനി ഒരിക്കലും എന്തിൻ്റെ പേരിലാണെങ്കിലും അനുപമയെ ഉപേക്ഷിക്കാൻ ഇന്ദ്രൻ തയ്യാറല്ല അമ്മേ. ഇവളെ എൻ്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും. അങ്ങനെ ഉറച്ച തീരുമാനത്തിൽ ഇന്ദ്രൻ പറയുന്നത് കേട്ടതും സുശീല തകർന്നു പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യാന്ന് ഓർത്തിട്ട് ആകെ തകർന്ന് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. തളർന്നിരിക്കുകയാണ് സുശീലയുടെ ജീവിതത്തിൽ സുശീലയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് കേട്ടോ. മറ്റാര് സുശീലയ്ക്കെതിരെ ആഞ്ഞടിച്ചാലും അതിനൊന്നും ഇത്ര പവർ ഉണ്ടാവില്ല. കാരണം ഇന്ദ്രനെയാണ് നമ്മുടെ സുശീല എന്താ പറയുക തലയിൽ കയറ്റി കൊണ്ടു നടന്നത്. ഇന്ദ്രൻ്റെ സപ്പോർട്ടോടു കൂടി മാത്രമാണ് എല്ലാ ദുഷ്ടതരങ്ങൾക്കും സുശീല ഇറങ്ങി പുറപ്പെടാറുള്ളത്. ഇപ്പം അതേ ഇന്ദ്രൻ തന്നെ തനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മറ്റുള്ള മക്കൾ എന്ന് പറഞ്ഞാൽ സത്യം പണ്ടേ തിരിഞ്ഞതാണ്. സത്യന് സുശീല എന്താണെന്ന് പണ്ടേ മനസ്സിലായതാണ്. സോനയാണെങ്കിലും സ്വന്തം ലാഭത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കുമെങ്കിലും ഇപ്പോൾ ഇന്ദ്രൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. തൻ്റെ ഒരു മക്കൾ പോലും തൻ്റെ കൂടെ ഇല്ല എന്നുള്ള സത്യം സുശീല അവിടെ തിരിച്ചറിയാണ്. മക്കളും മരുമക്കളും അങ്ങനെ എല്ലാവരും തന്നെ തനിക്ക് എതിരെ നിൽക്കുമ്പോൾ തനിക്ക് ഒന്നും ഇനി അവിടെ ചെയ്യാനില്ല എന്നും സുശീല തിരിച്ചറിയുകയാണ്. ഇന്ദ്രൻ്റെയും അനുപമയുടെയും വിവാഹം അംഗീകരിക്കുകയും അവരെ വീട്ടിലേക്ക് ക്ഷണിച്ച് ആരതി ഒഴിഞ്ഞ് കയറ്റുകയല്ലാതെ തനിക്ക് മറ്റൊന്നും ചെയ്യാനില്ലെന്നും മാത്രം സുശീല തിരിച്ചറിയാൻ കേട്ടോ. പക്ഷേ സുശീല ഇതുകൊണ്ടൊന്നും അടങ്ങില്ലല്ലോ. ഇത്രമാത്രം ഇന്ദ്രനെ മാറ്റിയെടുത്ത അവളെ എന്നേക്കുമായിട്ട് ഇന്ദ്രൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ഞാൻ എറിഞ്ഞ് കളയും തന്നെ സുശീല അവിടെ വെച്ച് പ്രതിജ്ഞ എടുക്കുകയാണ് കേട്ടോ മനസ്സിൽ. അങ്ങനെ മറ്റൊരു വഴിയും നിർവാഹവും ഇല്ലാതെയാണ് ആരതി എടുത്ത് ഇന്ദ്രനെയും അനുപമയെയും വീട്ടിലേക്ക് കയറ്റുന്നത്. ഇന്ദ്രനും അനുപമയും അകത്തേക്ക് കയറി കഴിഞ്ഞതും ആ ആരതിയിലെ ദീപം ഊതിക്കെടുത്താണ് കേട്ടോ സുശീല. ആ ഊതിക്കെടുത്തി കഴിഞ്ഞിട്ട് അനുപമയെ ദഹിപ്പിക്കുന്ന തരത്തിലൊരു നോട്ടവും നോക്കുകയാണ് കേട്ടോ. അത് കണ്ടതും നമ്മുടെ അനുപമയ്ക്ക് മനസ്സിലാവുകയാണ്. കാരണം ഇവരെ വീട്ടിലേക്ക് കയറ്റുന്നതിന് മുന്നേ ഇനി താൻ എല്ലാം നിർത്തി ഇനി ഇന്ദ്രൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ ജീവിച്ചോട്ടെ എന്നുള്ള രീതിക്കൊക്കെയാണ് സമാധാനപരമായിട്ടാണ് സുശീല കയറ്റിയത് കേട്ടോ. പക്ഷേ ഈ ഒരു ദീപം ഊതിക്കെടുത്തിയതും ആഞ്ഞടിക്കുന്ന പോലെ ഒരു കൊടുങ്കാറ്റ് പോലെ നമ്മുടെ അനുപമയെ നോക്കിയതും കണ്ടപ്പോൾ അനുപമയ്ക്ക് കാര്യം മനസ്സിലായി, ഈ തള്ളപ്പണിയൊന്നും നിർത്തിയിട്ടില്ല, പണികളെല്ലാം വയ്യാലെ വരുന്നുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ അനുപമ ഇന്ദ്രനോട് പറയുന്നുണ്ട്, ഇന്ദ്രേട്ടാ അമ്മയൊന്നും നിർത്തിയിട്ടില്ല,
അത് കേട്ടതും ഇന്ദ്രൻ അനുപമയോട് പറയാണ്, ആയിക്കോട്ടെ അമ്മ നിർത്തണ്ട, പക്ഷേ ഇന്ദ്രൻ ഒരിക്കലും പണ്ടത്തെ ഇന്ദ്രൻ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇന്ദ്രനെയും അനുപമയെയും പിരിക്കാൻ ഇനി ആരെ കൊണ്ടും കഴിയുകയില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ അപ്പോഴാണ് അനുവിനും സമാധാനമായത്. എന്തായാലും ഇത്ര നാളും സുശീല അനുവിനിട്ട് വെച്ചതെല്ലാം അനു ഇവിടുന്ന് ഇന്ദ്രൻ്റെ സപ്പോർട്ടോടുകൂടി തിരിച്ച് സുശീലയ്ക്ക് കൊടുക്കുന്നതായിരിക്കും. ആ കിടിലൻ എപ്പിസോഡുകൾ കാണാനായി കാത്തിരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.